നിങ്ങൾക്ക് തോന്നാം ഇത്രയും കാലം ഇതേ കിണറ്, ഇതേ കുളം, ഇതേ സ്വിമ്മിംഗ് പൂൾ അല്ലേ ഉപയോഗിച്ചിരുന്നത്, അന്നൊന്നും ഇല്ലാത്ത അമീബ ഇന്നെങ്ങനെ വന്നു? നമുക്കിത് നോക്കാം. ഇതറിയണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നെഗ്ലേറിയ ഫൗളറിയെ കുറിച്ച് അറിയണം. അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഈ അമീബ ഇവിടെ ഇത്രയും അധികം സ്പ്രെഡ് ആവണമെങ്കിൽ ഈ അമീബയ്ക്ക് വളരാവുന്ന ഏറ്റവും അധികം ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നാമതായിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വെള്ളം, ചൂടുവെള്ളം, വാം വാട്ടർ ആണ് ഉള്ളത്. ഒരു 35 to 45 ഡിഗ്രി വരെ ഉള്ള ടെമ്പറേച്ചറിൽ ഈ അമീബ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ കേരളത്തിലെ ഉയർന്ന താപനില. അതിന്റെ കൂടെ തന്നെ ഇടവിട്ട് പെയ്യുന്ന മഴ, ഇടയ്ക്ക് ചൂട്, മഴ, അങ്ങനെ ഒരു രീതിയിൽ ഒരു അൺസ്റ്റേബിൾ അല്ലാത്തൊരു എൻവയോൺമെന്റൽ കണ്ടീഷനിലാണ് നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതും ഇതിനൊരു കാരണമാണ്. മൂന്നാമത്തെ കാരണം നമുക്കറിയാം, ഇപ്പോഴാണ് ഒരുപാട് സ്വിമ്മിംഗ് പൂളുകൾ, കുഞ്ഞുങ്ങൾ സ്വിമ്മിംഗ് ക്ലാസ്സസിന് പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുന്നുണ്ട്. അടുത്തതായിട്ട് ഇൻക്രീസ്ഡ് അവയർനെസ് ആണ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നല്ലോണം അവെയർ ആണ് ഇങ്ങനെ ഒരു അസുഖത്തെ പറ്റിയിട്ടും അതുപോലെ ഇതിന്റെ സിംറ്റംസിനെ പറ്റിയിട്ടും എല്ലാം നല്ലോണം നമ്മൾ അവെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്.